ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി മുളകിട്ട് വെച്ചിട്ടുള്ള നല്ല അടിപൊളി മീൻ കറിയാണേ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കാണണേ. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ നമുക്ക് ചൂടായ ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി ചേർക്കാം. ഇഞ്ചി ചേർത്തതിന് ശേഷം നീളത്തിൽ അരിഞ്ഞിട്ടുള്ള വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ള 3 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടിയും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം ഒന്ന് മാറി വരുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് പൊടിച്ചു വെച്ചിട്ടുള്ള വലിയ ജീരകം 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് ഒരു വലിയ സവാള അരിഞ്ഞു വെച്ചതാണ് കേട്ടോ. അത് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഉള്ളി നന്നായിട്ട് തന്നെ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് തക്കാളി ചേർത്ത് കൊടുക്കാം. ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. തക്കാളി ഒന്ന് വേകുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. തക്കാളി നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ മസാലകൾ ആഡ് ചെയ്യാൻ പോകണം കേട്ടോ. അപ്പോൾ അതിനായി 3 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണ്ട എരിവിനനുസരിച്ചിട്ട് മുളക് പൊടിയുടെ അളവ് കൂട്ടാവുന്നതും കുറക്കാവുന്നതുമാണ് കേട്ടോ. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളത്തിലിട്ട് വെച്ച 4 പീസ് കുടംപുളി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പും കൂടിയും ചേർത്ത് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മുടെ കറി നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് മീൻ ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം മീൻ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ മീൻ കറി റെഡി ആയിരിക്കും കേട്ടോ. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ.